പതിറ്റാണ്ടുകളോളം ഇലകൾ മാത്രമായി നിൽക്കുന്ന ചെടി പെട്ടെന്നൊരു സമയം വളരാൻ തുടങ്ങുന്നു. പിന്നീട് പൂവിടുന്നു. ഒറ്റത്തവണ മാത്രം പൂവിട്ട ശേഷം നശിച്ചു പോകുന്ന സസ്യം പ്രകൃതിയുടെ അത്യത്ഭുതങ്ങളിൽപ്പെടുന്ന ഒന്നാണ് സിക്കിം സുന്ദരി. सिक्किम में पाया जाने वाला इसका नाम है सिक्किम सुंदरी। ये विचित्र बहुत ही मनमोहक पौधा है। आप देख सकते हो इस पूरी राज्य में ये पाया जाता है और ये तकरीबन 4000 फीट से ऊपर हाइट में ये पाया जाता है। मैं बहुत सौभाग्यशाली हूँ कि मुझे सिक्किम सुंदरी के दर्शन करने का मौका मिला। जय हो। സമുദ്രനിരപ്പിൽ നിന്ന് 4800 മീറ്റർ ഉയരത്തിൽ വരെ അതീവ കഠിനമായ കാലാവസ്ഥയിലാണ് ഈ സസ്യം വളരുന്നത്. ഇതിന് ഗ്ലാസ് ഹൗസ് പ്ലാന്റ് എന്ന പേരുമുണ്ട്. ഇതിന്റെ സുതാര്യമായ ഇലകൾ ഉള്ളിലേക്ക് പ്രകാശത്തെ കടത്തിവിടുകയും മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുകയും ചെയ്യുന്നു. സിക്കിമിലെ മഞ്ഞുമലകൾക്കിടയിൽ തിളങ്ങുന്ന ഗോപുരങ്ങൾ പോലെയാണ് ഇവ കാണപ്പെടുക. വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ചെറിയ ഇലകളുടെ കൂട്ടം മാത്രമായി ഇത് കാണപ്പെടും. ശേഷം പെട്ടെന്നാണ് 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്നത്. പിന്നീട് മനോഹരമായി പൂവിട്ട് നിൽക്കും. പൂക്കാലം അതിന്റെ അവസാനമാണ്. ഒരിക്കൽ പൂവിട്ട് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സസ്യം എന്നേക്കുമായി നശിച്ചു പോകും. വ്യവസായിയായ ആനന്ദ് മഹേന്ദ്രയാണ് ക്ഷമയുടെ മാസ്റ്റർ ക്ലാസ് എന്ന ക്യാപ്ഷനിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?